ഇന്ത്യ രാജ്യത്തും ലോകത്തുമൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ വരവോടുകൂടി അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ തന്നെ ഇലക്ഷനുകൾ നിരവധി മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയവുമൊക്കെ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 10-20 കൊല്ലം കൊണ്ട് ലൂസിഫർ സിനിമയിലൊരു കഥാപാത്രം പറയുന്ന ഡയലോഗുണ്ട്, ഇന്ത്യ മാറിയതുപോലെ മറ്റൊരു രാജ്യവും മാറിയുണ്ടാവില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒക്കെ തന്നെയാണ്. അങ്ങനെ മാറിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ PR ഏജൻസികളും അവരുടെ ഇടപെടലുകളും വളരെ കൃത്യമായി സ്വന്തം ഐഡിയോളജികളെ മാർക്കറ്റിംഗ് നടത്തലും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയായി മാറിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഏറ്റവും മനോഹരമായി ചെയ്തിട്ടുള്ള ഒരു വേർഷൻ ഇന്നലെ ഞാൻ കണ്ടു. അതിനെക്കുറിച്ചാണ് എൻ്റെ വീഡിയോ. അത് കണ്ടും മിണ്ടിയും ഇരുവർ എന്ന് പറഞ്ഞ് മോഹൻലാൽ, അതായത് നമ്മുടെയൊക്കെ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ പിണറായി വിജയനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു രംഗമാണ്. ഇൻ്റർവ്യൂ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, അതിൻ്റെ ടീസർ മാത്രമാണ് പുറത്തേക്ക് വിട്ടേക്കുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ വളരെ മനോഹരമായി കൺസ്ട്രക്റ്റ് ചെയ്തതായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. കാരണം വലിയ പൊളിറ്റിക്കൽ ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാതെ, വലിയ വിമർശനാത്മകമായോ ഇൻക്വിസിറ്റീവായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാതെ, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി ജീവിതവും അതോടൊപ്പം തന്നെ അദ്ദേഹം ജീവിതത്തിൽ നേടിയിട്ടുള്ള മറ്റു പല കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. കാരണം ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാരണം ഇൻ്റർവ്യൂവിൽ മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നടൻ രജനീകാന്താണ് എന്ന് ഞാൻ സുഹൃത്ത് രഹസ്യമായി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് രജനീകാന്താണ്, കൂടാതെ എനിക്ക് ആക്ഷൻ പടങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഈ എൻ്റെ ഏതെങ്കിലും സിനിമയിലെ ഡയലോഗ്, അതായത് മോഹൻലാലിൻ്റെ ഏതെങ്കിലും സിനിമയിലെ ഡയലോഗ് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ, പറയാൻ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ ദാസനും വിജയനും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറച്ചുകൂടി രസകരമായ ആളുകൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് നേച്ചറുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. കാരണം മോഹൻലാലിനെ പോലുള്ള ആൾ അല്ലാതെ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാനോ ഉത്തരം കണ്ടെത്താനോ ഒന്നും ശ്രമിക്കാറില്ല എന്നുള്ളതൊക്കെ വാസ്തവമാണ്. അത് ക്ലിഫ് ഹൗസിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ അതിന് ടീസർ തന്നെ എല്ലാ യൂട്യൂബേഴ്സും തന്നെ എടുത്ത് കൊടുക്കുകയും അതുപോലെ എല്ലാ ചാനലുകളും തന്നെ കാണിക്കുകയും, ഇനി ഏറ്റവും ഒടുവിൽ ഏതെങ്കിലും ഒരു ചാനൽ വരുമ്പോൾ ഇൻ്റർവ്യൂ കേരളം മുഴുവൻ കാണുന്ന വലിയ ഹിറ്റായി മാറുകയും ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു തർക്കമില്ല. അപ്പോൾ ചില ആളുകളൊക്കെ ഇതിൽ വിമർശനം ഉന്നയിക്കാൻ സാധ്യതകളുണ്ട്. ആ വിമർശനം ഉന്നയിക്കുന്നത് മോഹൻലാലിൻ്റെ ചോദ്യങ്ങൾക്കാണോ പിണറായി വിജയൻ ഉത്തരം പറയേണ്ടത് എന്ന് പറയുന്ന വിമർശനമൊക്കെ ഉണ്ട്. അത് ശരിയാണ്. പക്ഷെ മാറിയ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെയൊക്കെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കൽ ബുദ്ധിമുട്ടാണ്. കാരണം മറ്റൊരു ഹിന്ദുത്വ അജണ്ടയും നരേന്ദ്രമോദിയും അതുപോലെ BJPയും എല്ലാവരും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ VD സതീശൻ തന്നെ, പ്രതിപക്ഷ നേതാവ് തന്നെ, നമുക്കറിയാലോ, ഏതാണ്ട് കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് കൃത്യമായിട്ട് അദ്ദേഹം പല ചാനലുകൾക്കൊക്കെ തന്നെ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ചാനലുകളൊക്കെ തന്നെ യൂട്യൂബ് ചാനലുകൾക്കാണ് ഇൻ്റർവ്യൂ കൊടുത്തത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് വളരെ സോഫ്റ്റായി, വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും പഠന കാലഘട്ടത്തെക്കുറിച്ചും കൂടാതെ അദ്ദേഹത്തിൻ്റെ കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്ന വളരെ സോഫ്റ്റായിട്ടുള്ള ഇൻ്റർവ്യൂകളാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ചാനലുകൾക്ക് അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തിട്ട് പോലും ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട് പോലും അദ്ദേഹത്തോട് കുറച്ച് നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയോ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഗണ്ണിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ അവർക്ക് സൗകര്യമുള്ള താല്പര്യമുള്ള രീതിക്കാണ് എല്ലാവരും തന്നെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പിണറായി വിജയനെ മാത്രമായിട്ട് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂസ് ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം അത് സെലക്ട് ചെയ്തില്ല. പകരം അദ്ദേഹം യൂട്യൂബ് ചാനലുകൾക്കാണ് ഇൻ്റർവ്യൂ കൊടുത്തത്. അത് PR വർക്കാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഇലക്ഷനിലൊക്കെ ചെയ്യേണ്ടി വരുന്നൊരു കാര്യമാണ്. കാരണം അത്രമാത്രം നമ്മുടെ തെരഞ്ഞെടുപ്പും ഇലക്ഷൻ രംഗവും ഒക്കെ മാറിപ്പോയിരിക്കുന്നു. ജനങ്ങളിലേക്ക് എത്താൻ ഇപ്പോൾ അതൊക്കെ തന്നെ മാർഗമുള്ളൂ. പ്രത്യേകിച്ചും ഈ സാമൂഹിക മാധ്യമങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇത് വളരെ വളരെ അനിവാര്യമാണ് എന്നുള്ളത് പറയാതെ വയ്യ. അപ്പോൾ അത് തന്നെ നമുക്കറിയാം, പലരും പല PR ഏജൻസികളൊക്കെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് സുനിൽ കനകോലുവിനെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം എല്ലാ മാസവും തന്നെ കണ്ടിന്യൂസ് ആയി ഇപ്പോൾ ഗ്രൗണ്ടിൽ ആളുകൾ ഉണ്ടാവുകയും നിരന്തരമായി സർവേകൾ എടുക്കുകയും റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രചരണ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പണ്ടേ നിങ്ങളോടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം പിണറായിയുടെ മുമ്പിൽ കനകോലു തോൽക്കാനാണ് സാധ്യത ഈ PR വർക്കിൻ്റെ കാര്യത്തിൽ. കാരണം അദ്ദേഹത്തിൻ്റെ ബുദ്ധി അപാരമാണ്. നമുക്ക് അദ്ദേഹത്തോട് വിയോജിക്കാം, ചിലപ്പോൾ യോജിക്കാം, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഞാനൊക്കെ നിരവധി കാര്യങ്ങളിൽ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ സത്യമായിട്ട് പറയാതെ പോയി അദ്ദേഹത്തിൻ്റെ ബുദ്ധി അപാരമാണ്. അതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് കണ്ടും മിണ്ടിയും ഇരുവർ എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു ടീസറുമായിട്ട് എത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത് കണ്ട് ഞെട്ടി വിറച്ചിരിക്കുകയാണ് നമ്മുടെ ഈ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും ഒക്കെ തന്നെ. അപ്പോൾ ഇതിനെ വിമർശിക്കുന്ന ആളുകളൊക്കെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇത് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. 2011 ഈ ഉമ്മൻചാണ്ടി ഇതുപോലെ തന്നെ മോഹൻലാൽ ഉമ്മൻചാണ്ടി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്.
അത് 2011 സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഇരുവർ എന്ന് തന്നെയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം കൂടിയുള്ളൂ. കണ്ടും മിണ്ടിയും ഇരുവർ എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കണെന്ന് മാത്രം. അത് 2011 ഇരുവർ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇത് നാഷണൽ ലെവലിലൊക്കെ മോദിയൊക്കെ സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമാണ്. അതിൽ 2019 ഏപ്രിലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അക്ഷയ് കുമാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതാണ് നമ്മളെ നാണിപ്പിച്ച് കളഞ്ഞൊരു ഇൻ്റർവ്യൂ. കാരണം അതിൽ അക്ഷയ് കുമാർ ചോദിക്കുന്നുണ്ട്, ഈ മാങ്ങ, അതായത് മാമ്പഴം മോദി ചെത്തിയാണോ തിന്നുന്നത് അതോ കടിച്ചാണോ തിന്നുന്നത് എന്നൊക്കെ പറയുന്ന വളരെ നമ്മുടെ ജനത്തിന് അറിയേണ്ട, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി കടിച്ചാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ ചെത്തിയാണെങ്കിൽ കുഴപ്പമില്ല, ഇനി കുറച്ച് പേർക്ക് ചെത്തിയാണെങ്കിൽ കുഴപ്പമില്ല, കടിച്ചാണെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്ന അഭിപ്രായം പറയാനുള്ള ചാൻസസ് കിട്ടിയിട്ടുള്ള അത്രമാത്രം മറ്റേ അതുപോലെയുള്ള ഇൻ്റർവ്യൂകളാണ് കൊടുക്കുന്നത്. പക്ഷെ അതിൽ തന്നെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം നരേന്ദ്രമോദിയൊക്കെ അഖിലേന്ത്യാ തലത്തിൽ മാധ്യമ പ്രവർത്തകരെ കാണുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 2024 അദ്ദേഹത്തിന് അപകടം നടത്തുകൊണ്ട് നിരവധി ഇൻ്റർവ്യൂകൾ അദ്ദേഹം കൊടുത്തിരുന്നു. പക്ഷെ കൊടുത്തപ്പോഴുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടീം തന്നെ നമ്മൾ അകത്തേക്ക് കയറ്റിവിടും, ചോദ്യങ്ങൾ ആദ്യമേ തന്നെ എഴുതി കൊടുക്കണം, അതിനുശേഷം അത് അദ്ദേഹം ഉത്തരം പറയും, ആ ഉത്തരം പറഞ്ഞതിന് ശേഷം അത് അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അതായത് PMOയുടെ ഓഫീസ് തന്നെ എഡിറ്റ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് കൊടുക്കുന്ന കാസറ്റാണ് ഇപ്പോൾ സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ക്യാമറാമാൻ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മറ്റേ നമ്മൾ എടുക്കുന്ന ടീമിനും അതുപോലെ എഡിറ്റ് ചെയ്തവർക്കൊക്കെയുള്ള ചില കേർട്സി നമ്മൾ എന്ത് ചെയ്യുമല്ലോ, ലാസ്റ്റ് എഴുതി വെക്കുമല്ലോ, അങ്ങനെ ഒന്നും ഒരു കാര്യത്തിലുണ്ടായില്ല. അത് ഏഷ്യാനെറ്റ് സുവർണയാണെങ്കിലും അതുപോലെ തന്നെ സിന്ധു സൂര്യകുമാർ രണ്ടുപേരും കൂടി ഇരുന്ന് ഇൻ്റർവ്യൂ എടുത്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്റർവ്യൂകളാണ് ഈ കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പിണറായി വിജയനെ മാത്രമായിട്ട് ഇതിൽ കുറ്റം പറയാനില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക് എന്ന് പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയാൽ ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ റെഡിയായിട്ട് വന്നിരുന്നാലും മാധ്യമ പ്രവർത്തകർക്ക് ഒന്നും ചെയ്യാൻ കഴിയാറില്ല. കാരണം അദ്ദേഹം അതിഗംഭീരമായ പെർഫോമൻസ് ആണ് ഏത് പത്രസമ്മേളനത്തിനും നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ അത്രത്തോളം ഷാർപ്പും പ്രിസൈസുമായിട്ടുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒളിച്ചു കിടക്കുന്ന ഒരാളാണെന്നും അദ്ദേഹം മോഹൻലാലിനാണോ മോഹൻലാൽ ചോദ്യങ്ങൾക്കാണോ മറുപടി പറയേണ്ടത് എന്ന് പറയുന്ന വിമർശനത്തിനൊന്നും അടിസ്ഥാനമില്ല. അത് വേണമെങ്കിലൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ശരിക്കും ന്യൂസ് ചാനലുകൾക്കുള്ള ഇൻ്റർവ്യൂ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് നരേന്ദ്രമോദി മുതൽ VD സതീശൻ മുതൽ യഥാർത്ഥത്തിൽ പിണറായി വരെയുള്ള ആളുകൾക്ക് ജനറലായി പറയാവുന്ന ഒരു അഭിപ്രായം പറയാം എന്നുള്ളതിനും അപ്പുറം പിണറായിയെ സംബന്ധിച്ചോളം അദ്ദേഹം മറ്റ് ഇൻ്റർവ്യൂകളും കൊടുക്കുന്നുണ്ട്. 1 മണിക്കൂർ അദ്ദേഹം ഇൻ്റർവ്യൂ ഉണ്ട്, ചാനൽ മറ്റ് ന്യൂസ് മാധ്യമ പ്രസ് മീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 മണിക്കൂർ അദ്ദേഹം വന്നിരിക്കാറുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് പലപ്പോഴും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ അജണ്ടയൊക്കെ പൊളിച്ചെടുക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇനി ഉത്തരം പറയേണ്ടി വന്നാലും പ്രശ്നമൊന്നുമില്ലാത്ത ഒരാളാണ്. പക്ഷേ അതുപോലും സംഭവിക്കുന്നില്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്നുള്ളത് കൂടി നമ്മൾ കാണണം. അതുകൊണ്ട് ഇത് PR-ൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലക്ക് വളരെ കൃത്യമായി ഇത്തരം പല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയെ മോഹൻലാൽ ഇൻ്റർവ്യൂ ചെയ്ത പോലെ പോലും ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ അക്ഷയ് കുമാർ നരേന്ദ്രമോദി ഇൻ്റർവ്യൂ ചെയ്ത പോലെ പോലും ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ പിന്നെ കുറച്ചുകൂടി ഗംഭീരമായി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇതെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിണറായി ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകൾക്ക് ആദ്യമായിട്ടല്ല ഇരുന്ന് കൊടുക്കുന്നത്. കാരണം പിണറായി ശ്രീനിവാസൻ്റെ മുമ്പിൽ ഇതുപോലെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. പല ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമായ ചോദ്യങ്ങൾക്കും തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ, കാരണം കനകോലു, ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കനകോലു പിണറായിയുടെ മുമ്പിൽ തോൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. PR വർക്കുകളുടെയും അതിഗംഭീരമായിട്ടുള്ള സ്ട്രാറ്റജികളുടെയും മുമ്പിൽ പിണറായി അഗ്രഗണ്യനാണ്. ഏതാണ്ട് ഇപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ബഹുദൂരം പിണറായി മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇലക്ഷൻ ജയിക്കുമോ തോൽക്കുമോ എന്നൊക്കെ ഉള്ളത് ഡിബേറ്റബിൾ ഇഷ്യൂയാണ്. പക്ഷേ ഈ വർക്കിൻ്റെ കാര്യത്തിൽ, ഈ സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐഡിയകളുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇത് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് സീരിയൽ കാണാൻ പറ്റുന്നില്ല, കാരണം സീരിയലിൽ ഒരാൾ വന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നതായിട്ട് പറയണെന്നാണ്. സീരിയലിൽ മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ അതുപോലെ മറ്റ് നിരവധി മാധ്യമങ്ങളിൽ പുതിയ യുവാക്കൾ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ 1 ലക്ഷം കോടി രൂപയുടെ കിഫ്ബി വികസനവും കേരളം കുതിച്ചു എന്ന് പറയുന്ന പ്രൊപ്പഗാണ്ടയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അപ്പർ മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ അത് വളരെ ഗംഭീരമായി ചെയ്തിട്ടുള്ള ഒരു പരസ്യമാണ്. ഇനി ഒരു ബ്ലോഗർ കേരളത്തിൽ വിസിറ്റ് ചെയ്യുന്നത് വന്ന മാറ്റത്തെക്കുറിച്ച്, കുണ്ടും കുഴിയുള്ള റോഡുകൾ മാറിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടാതെ ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പം ഈ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രോഗ്രാം ഫ്ലവേഴ്സിലൊക്കെ ഉണ്ട്. മനോരമയുടെ ഇതുണ്ട്. ആ മഴവിൽ മനോരമയിലുണ്ട്. ആ മഴവിൽ മനോരമയിലുള്ള പ്രോഗ്രാമിലൊക്കെ പോലും ഈ ഒരു കോമഡി സ്കിറ്റിനകത്ത് പോലും വലിയ പ്രചരണ ആയുധങ്ങൾ കുത്തി നിറക്കുകയും അത് കൃത്യമായിട്ട് ആളുകളിലേക്ക് ഡെലിവർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മറന്നു പോരുത്. എന്ന് പറഞ്ഞാൽ
അതിഗംഭീരമായി ഈ PR വർക്കുകൾ തന്നെ വളരെ മനോഹരമായി മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ ചെയ്യുമ്പോൾ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അത് പക്ഷേ മറ്റുള്ള പാർട്ടിക്കാർക്കൊക്കെ എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ എഫക്റ്റിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു. ഇനി അടുത്തത് വരാനിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൻ്റെ ദൃശ്യങ്ങളും വീഡിയോകളും കൂടിയാണ്. അത് യഥാർത്ഥത്തിൽ വലിയ ബൂമറാങ്ങായി തീരും കോൺഗ്രസ്സിന്. കാരണം അവർ പ്രഖ്യാപിച്ചത് എന്ത് ചെയ്തു എന്ന് പറയുന്ന ചോദ്യവും, ഒപ്പം ചരിത്രത്തിൽ ഇതുവരെ ഒരു ഗവൺമെൻറ് ചെയ്യാത്ത രീതിയിലുള്ള പുനരധിവാസവും കാണാൻ ജനങ്ങൾക്ക് അവസരമുണ്ടാകും എന്നുള്ളതാണ് വാസ്തവം, സത്യവും.